ഹലോ എവ്രി വൺ വെൽക്കം ബാക്ക് ടു രാജ് ടോക്സ് ഫാമിലി മാൻ സീസൺ 3 7 എപ്പിസോഡ്. ഓൾമോസ്റ്റ് ഓരോ എപ്പിസോഡ് 50 to 45 മിനിറ്റ് ദൈർഘ്യം, ചിലതൊക്കെ 1 മണിക്കൂർ അടുപ്പിച്ചിട്ടുണ്ട്. എനിക്ക് വലിയ പ്രശ്നങ്ങൾ തോന്നിയില്ല. ഓൾറെഡി ഈ വെബ് സീരീസ് റിലീസായതിനു ശേഷം ഇതിനെപ്പറ്റി ഒരുപാട് ഡിസ്കഷൻ എല്ലാം സോഷ്യൽ മീഡിയയിൽ ഓട്ടോമാറ്റിക്കലി കണ്ടു. പക്ഷേ അപ്പോഴും ഇതിൻ്റെ സസ്പെൻസ് ഉൾപ്പെടെ, അതായത് ഇതിനകത്ത് ഒരു സർപ്രൈസ് ക്യാരക്ടറുണ്ട്, കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഞാനത് പറയുന്നില്ല, അതുൾപ്പെടെ എനിക്കറിയായിരുന്നു. പക്ഷേ അതൊന്നും എനിക്ക് വലിയ പ്രശ്നമായിട്ട് തോന്നിയില്ല. അപ്പോൾ ഒരു എക്സ്പെക്റ്റേഷൻ വളരെ ലോ ആയിട്ട് സെറ്റ് ചെയ്തിട്ടാണ് ഞാൻ ശരിക്കും കാണാൻ സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ എൻ്റെ ഈ അടുത്ത കാലത്തെ, അതായത് കഴിഞ്ഞൊരു 4-5 വർഷത്തെ, 4-5 വർഷമല്ല, ഇത് ഇറങ്ങിയപ്പോൾ തൊട്ടുള്ള ഹിന്ദി വെബ് സീരീസ് കണ്ടതിൽ എൻ്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് തന്നെയാണ് ഫാമിലി മാൻ. ഫാമിലി മാൻ സീസൺ 1 ക്ലിഫ് ഹാങ്ങർ മൊമെൻറ്റിലാണ് നിർത്തിയിട്ട് അത് ഫാമിലി മാൻ 2 വരുമ്പോഴത്തേക്ക് ഞാൻ ഫസ്റ്റ് കണ്ടതിൻ്റെ അത്രയ്ക്ക് തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സീരീസായിരുന്നു സീസൺ 2. സീസൺ 2 സമാന്തയൊക്കെ വേറെ ലെവലിൽ, അതിനുശേഷം പുള്ളിക്കാരി അഭിനയിച്ചതിലൊക്കെ പുള്ളിക്കാരിക്ക് കഴിവ് തെളിയിക്കാൻ പറ്റിയിട്ടുണ്ട്. ഫാമിലി മാൻ സീസൺ 2 കൂടി പുള്ളിക്കാരിയുടെ ഗ്രാഫ് തന്നെ മാറി, കരിയറിൻ്റെ ഒരു രീതി തന്നെ മാറി. സീസൺ 3 നിൽക്കുമ്പോഴും എനിക്ക് ക്യാരക്ടേഴ്സ് എല്ലാം പ്രിയപ്പെട്ടതാണ്. മെയിനായിട്ട് ശ്രീകാന്ത് തിവാരി, JK, മനോജ് ബാജ്പായി എക്സെപ്ഷണൽ ആക്ടറാണ്. എനിക്ക് സീസൺ 3 ഏറ്റവും പ്ലസ് ആയിട്ട് എടുത്ത് പറയേണ്ടതും മനോജ് തിവാരിയുടെ ഏറ്റവും, എന്താ പറയുക, ബെസ്റ്റ് കപ്പിൾ അവാർഡ് കൊടുക്കാൻ തിവാരിയും JKയും ആണ്. JK ആയിട്ട് അഭിനയിച്ചിരിക്കുന്ന നടൻ കുറച്ചൊന്ന് തടിച്ചിട്ടൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ബോഡി ഷേവിങ് അല്ല, എനിക്ക് തോന്നിയ കാര്യം പറയുന്നതേ ഉള്ളൂ. പക്ഷേ പുള്ളിയും ഇവർ രണ്ടുപേരുമായിട്ടുള്ള ബോണ്ടിങ്, ആ ടൈമിങ്, ഇതിലേറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനോജ് ബാജ്പായി ബ്രേക്ക് ഡൗൺ ആവുന്നത്, അല്ലെ എല്ലാവരെയും കൺവിൻസ് ചെയ്ത് പറ്റിക്കാനും വളരെ ട്രിക്കി ആയിട്ട് അപ്രോച്ച് ചെയ്യാനും കഴിവുള്ള മനോജ് ബാജ്പായി തകർന്ന് തരിപ്പണമാകുന്ന ഒരു അവസ്ഥ കാണുന്നത് ഈ സീസണിലാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു ഡിഫറെൻറ്റ് ഷെയ്ഡ് ഓഫ് മനോജ് ബാജ്പായി, ശ്രീകാന്ത് തിവാരി എങ്ങനെ റിയാക്ട് ചെയ്യും എന്നുള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പുള്ളിയുടെ ബോസ് മരിക്കുമ്പോൾ പുള്ളിക്കാരൻ അങ്ങനെ ബ്രേക്കായിട്ട് അതിൻ്റെ പുറകെ പോകുന്നതും, സാധാരണ ഒരു നേഷൻ സെക്യൂരിറ്റി അങ്ങനെയൊക്കെ വേണ്ടിയിട്ടാണ് പോകുന്നതെങ്കിൽ അതൊരു ഇത്തവണ മൊത്തത്തിൽ പേഴ്സണലാണ്. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ ഒരുപാട് ഫ്ലോസ് ഉണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. നാഗാലാൻഡ് ഇഷ്യൂ കാര്യങ്ങൾ, അവിടുത്തെ എന്താ പറയുക, റൈവൽ ഗ്രൂപ്പ്സ്, അവരുമായിട്ടുള്ള പീസ് ടോക്ക്, അങ്ങനെ പൊളിറ്റിക്കലി ഇത് സെറ്റ് ചെയ്തിരിക്കുന്ന അറ്റ്മോസ്ഫിയറും ആ ജിയോഗ്രാഫിക്കൽ പൊളിറ്റിക്സ് എല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഈ രാജ് ആൻഡ് DK ഇപ്പോൾ പോകുന്ന ആ ഒരു രീതി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇന്ത്യ മൊത്തം ട്രാവൽ ചെയ്യുന്ന, ഇന്ത്യയിലെ ക്ഷമിക്കണം, ഇന്ത്യയിലെ മേജർ പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യുന്ന രീതിയിലാണ് അവരുടെ പോക്ക്. അതായത് സീസൺ 1 കാശ്മീർ തീവ്രവാദം കാര്യങ്ങളൊക്കെ, സീസൺ 2 വന്നപ്പോഴത്തേക്കും താഴെ കിടക്കുന്ന ശ്രീലങ്ക, LTT, അത്തരം ഇഷ്യൂസിനെ പറ്റിയൊക്കെ പറയുന്നു. ഇപ്പം മണിപ്പൂർ, നാഗാലാൻഡ്, അതിനോട് കിടക്കുന്ന ചൈന കാര്യങ്ങൾ, ആ കാര്യങ്ങളെല്ലാം ഇതിനകത്ത് ഇൻവോൾവ് ആയിട്ട് കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഇനി നെക്സ്റ്റ് എന്തിനെ പറ്റിയായിരിക്കും പറയുന്നത്? നടുക്ക് കിടക്കുന്ന മാവോയിസ്റ്റ് ഗ്രൂപ്പുകളെ പറ്റിയാണോ? അത് കാരണമുള്ള ഇന്ത്യയിലെ പ്രശ്നങ്ങളാണോ? ഇവർക്ക് പറയാൻ കഥകൾ ഇഷ്ടം പോലെയുണ്ട്. ഇന്ത്യ എന്നുള്ളൊരു വലിയ എൻറ്റിറ്റി പല പല ആൾക്കാരെ ചേർത്ത് വച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ രാജ് ആൻഡ് DKക്ക് ഇനിയും ക്രിയേറ്റ് ചെയ്യാനുള്ള സ്പേസ് ഇഷ്ടം പോലെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഓഫ് കോഴ്സ് ഇതൊരു ക്ലിഫ് ഹാങ്ങർ മൊമെൻറ്റിൽ കൊണ്ടുപോയി വിടുന്നു. വളരെ അൺറിയലായിട്ടും ഒട്ടും ദഹിക്കാൻ പറ്റാത്തതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. ഈ ഫാമിലിയുമായിട്ടുള്ള പ്രശ്നങ്ങളിൽ നിർത്തിയ സീസൺ 2 തുടങ്ങുമ്പം അങ്ങനെയല്ല. ഫാമിലി ഡൈനാമിക്സ്, അച്ഛനും മോളുമായിട്ടുള്ള ഡൈനാമിക്സ്, സീസൺ 2 അച്ഛൻ മോളെ രക്ഷിക്കുന്നതാണ്. പക്ഷേ ഇതിനകത്ത് വരുമ്പോൾ ആ ഡൈനാമിക്സ് എല്ലാം കംപ്ലീറ്റ് ആയിട്ട് മാറുന്നു. സാധാരണ ഇങ്ങനെയൊക്കെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ മക്കൾക്ക് സ്നേഹം കൂടുകയാണ് ചെയ്യുന്നത്. പക്ഷേ പതിവ് ശൈലിയിലുള്ള തെറിവിളികൾ, BC, അത് ഇത് എല്ലാം ഇതിനകത്ത് ഇവർ വിളിക്കുന്നതും, നമ്മുടെ എന്താ പറയുക, ഫർസി ക്രോസ് ഓവറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൽ നിന്നൊരു സാധനം വന്നു കയറി ഇതിനകത്ത് വിളിക്കുന്ന തെറികളും, അതൊക്കെ നല്ല രസമുണ്ട്. അതൊക്കെ ആസ്വദിക്കാൻ മനോജ് ബാജ്പായി പൊതുവേ തെറി വിളിക്കുന്നതിൽ പുള്ളിക്കൊരു പ്രത്യേക ഇൻട്രസ്റ്റ് ഉണ്ട്. പുള്ളിയുടെ ഒരു ഇൻ്റർവ്യൂവിൽ കേട്ടിട്ടുണ്ട്, പുള്ളി അതൊരു ഈണത്തിലാണ് വിളിക്കുന്നത്. അപ്പോൾ പുള്ളി അങ്ങനെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്, വളരെ പച്ചയായിട്ട് ഇതൊക്കെ പറയുന്നതാണ്. അപ്പം എന്താ പറയുക, ഇതുവരെ കണ്ട മനോജ് ബാജ്പായിൽ നിന്ന് ഭയങ്കര വ്യത്യസ്തമായിട്ട് ശ്രീകാന്ത് തിവാരിയുടെ വേറെ വേർഷൻസ് ഒക്കെ ഇതിനകത്ത് കാണാൻ പറ്റി. അതുകൊണ്ട് തന്നെ എനിക്കിതൊരു വലിയ പ്രശ്നമായിട്ട് തോന്നിയില്ല. കാരണം പെർഫോമൻസ് കൊണ്ട് ഇത് എല്ലാം മാറ്റിമറിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. വില്ലനായിട്ട് വരുന്ന
ജയ്ദീപ് അലാവത്ത്. പുള്ളി പാതാൾ ലോക്കിലൊക്കെ അഭിനയിച്ചു. അതിൻ്റെ സീസൺ 2ലും പുള്ളി ഉണ്ടായിരുന്നു. പുള്ളി ഇപ്പോൾ ഒരുപാട് സിനിമകളിൽ വരുന്നുണ്ട്. ആം, പുള്ളിയുടെ പെർഫോമൻസ്, പുള്ളിയുടെ ഒരു ക്യാരക്ടർ ആർക്ക്, പുള്ളി എന്താണ് കാര്യങ്ങൾ, എങ്ങനെ ഇങ്ങനൊരു ഇത് വന്നു. ഓക്കെ, സ്പൂൺ ഫീഡിങ് വേണ്ട, പക്ഷെ നിങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു വെബ് സീരീസാണ്. അപ്പോൾ ആ വെബ് സീരീസിൽ കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയാമായിരുന്നു. പുള്ളിയുടെ ബാക്ക് സ്റ്റോറി, പുള്ളി എങ്ങനെ ആ പ്രദേശത്ത് വന്നു, അതൊക്കെ പറയുന്നുണ്ട്. ജസ്റ്റ് പറച്ചിലിൽ പോന്നു. പക്ഷെ മോട്ടീവ് എന്താണ്, പുള്ളിയുടെ ഇമോഷണൽ കണക്റ്റിൻ്റെ കുറച്ചുകൂടി ഒരു ക്ലാരിറ്റി കൊടുക്കാമായിരുന്നു. ഒരു ചുമ ഇങ്ങനെ കളിക്കുന്നുണ്ട്, അതാണ് ഈ പ്രശ്നം. അപ്പം അങ്ങനെ ആകെ മൊത്തത്തിൽ പെർഫോമൻസുകൾ കൊണ്ട് ഞെട്ടിച്ച നിമ്രത് കൗർ, പുള്ളിക്കാരിയുടെ ഒരു ആക്സൻറ്റും പുള്ളിക്കാരിയുടെ ഒരു ഡ്രസ്സിങ് സ്റ്റൈലും കാര്യങ്ങളും, ഒരു കോർപ്പറേറ്റ് സ്റ്റൈൽ ചെറ്റത്തരങ്ങൾ കാണിക്കുന്ന രീതിയും, പിന്നെ ചില ഡയലോഗുകളൊക്കെ ഉണ്ട്, നല്ല രസമാണ്. അങ്ങനെ ഒരുപാട് ഡയലോഗുകളും പെർഫോമൻസുകളും കൊണ്ട് സമ്പന്നമാണ്. പക്ഷേ സ്റ്റോറി, ഇതിൻ്റെ ബാക്കിയുള്ള ഡിപ്പാർട്ട്മെൻറ്റ് കാര്യങ്ങൾ, അതൊക്കെ ഇച്ചിരി വീക്കാണെന്ന് തോന്നി. VFX ഒക്കെ, ഒരു ട്രെയിനിൻ്റെ VFX സീക്വൻസ് ഒക്കെ എടുത്തു വെച്ചിരിക്കുന്നതൊക്കെ അത്യാവശ്യം നല്ല ബോറായിട്ടുണ്ടായിരുന്നു. പക്ഷേ രാജൻ DKയുടെ ഭയങ്കര ഈ ഒരു അടിയുടെ സീക്വൻസ് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് പോകുന്ന സീക്വൻസൊക്കെ ഇവർ സീസൺ 1ലും ചെയ്തിട്ടുണ്ട്, 2ലും ചെയ്തിട്ടുണ്ട്. ഇതിൽ വരുമ്പോൾ അങ്ങനെ ജയ്ദീപ് അലാവത്തിൻ്റെ ഒരു ആ പുള്ളിയെ പിടിക്കാൻ വേണ്ടിയിട്ടൊരു ഗ്യാങ്, ഒരു മിലിറ്ററി വന്ന് കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ ഒരു എക്സ്റ്റെൻഡഡ് ഫൈറ്റ് പോർഷൻസ് കാണിക്കുന്നുണ്ട്. അതൊക്കെ നല്ല രസമുണ്ട്. അതായത് ലെവൽ 1, ലെവൽ 2 ബിൽഡിങ്ങിൻ്റെ അങ്ങനെ ഓരോ ലെവലിലോട്ടൊക്കെ ക്യാമറയൊക്കെ പോയി അത് കാണാൻ ഭയങ്കര രസമായിരുന്നു. പക്ഷേ അതുപോലത്തെ ഒരുപാട് സീനുകൾ സാധാരണ സീസൺ 1ലും 2ലും ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ഇതിനകത്ത് അത്രയും എഫേർട്ടുകൾ കണ്ടില്ല. ബട്ട് സ്റ്റിൽ, പിന്നെ ഇന്ത്യൻ മിലിറ്ററിക്കൊക്കെ എന്താ പറയുക, കുറച്ചുകൂടെയൊക്കെ വിലയാവാം. എനിക്ക് തോന്നുന്നില്ല ഇങ്ങനെയൊക്കെയാണോ എന്ന്. പക്ഷേ ഇവർ കാണിച്ചിരുന്ന ആ ലോകം, അത് കുറേയൊക്കെ വിശ്വസിക്കാൻ പറ്റുന്നുണ്ട്. സീസൺ 3ലെത്തുമ്പോൾ ആ വിശ്വാസ്യതയ്ക്ക് കുറച്ച് കുറവുകൾ വരുന്നുണ്ട്. പിന്നെ ഒരാൾക്കൊരു പ്രശ്നം വരുമ്പോൾ അയാൾ അയാളുടെ കുടുംബത്തോടെ ട്രാവൽ ചെയ്യുന്നു, ഫാമിലിയെ ഫുൾ ടൈം വെക്കുന്നു. എനിക്ക് തോന്നുന്നു ആ കൂട്ടത്തോടെയുള്ള പലായനമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഫാമിലിയെ കുറച്ചുകൂടെ ത്രെട്ടിലോട്ട് ഇട്ടതെന്ന് എനിക്ക് ചില സമയത്ത് തോന്നിപ്പോയി. അങ്ങനെ ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റാത്ത കുറച്ച് പ്രശ്നങ്ങളുണ്ടെങ്കിലും ഈ ഒരു ഫ്രാഞ്ചൈസിനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും ഇത് കണ്ടിരിക്കാവുന്നതാണ്. OTT ആണ്, നമുക്ക് സൗകര്യം പോലെ നമ്മുടെ ഇഷ്ടത്തിന് കാണാം. സോ എനിക്കിതൊരു തീർച്ചയായിട്ടും കണ്ടു കഴിഞ്ഞാൽ ഒട്ടും നഷ്ടം വരാത്ത ഒരു വെബ് സീരീസ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പ്ലീസ് ടു രേഖപ്പെടുത്തൂ. ഞാൻ ഒന്ന് വൃത്തിക്ക് ചുമച്ചിട്ട് അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ വരാം.